പണ്ട് പണ്ട് വളരെക്കാലം മുൻപ് പച്ചപ്പിന്റെ മനോഹാരിത നിറഞ്ഞ സുന്ദരവനം എന്നൊരു വലിയ കാടുണ്ടായിരുന്നു. ആ കാട് പേരുപോലെ തന്നെ അതീവ സുന്ദരമായിരുന്നു. ആകാശമുട്ടെ വളർന്നു നിൽക്കുന്ന വൻമരങ്ങളും അവയ്ക്കിടയിലൂടെ ഒഴുകുന്ന തെളിനീരരുവികളും പല നിറത്തിലുള്ള പൂക്കൾ നിറഞ്ഞ ചെടികളും ആ കാടിനെ സ്വർഗ്ഗതുല്യമാക്കിയിരുന്നു. രാവിലെ സൂര്യനുദിക്കുമ്പോൾ മരച്ചില്ലകൾക്കിടയിലൂടെ വരുന്ന പൊൻവെളിച്ചം കാടിനെ ഉണർത്തും. കിളികളുടെ മധുരമായ പാട്ടും ഇലകളുടെ മർമ്മരങ്ങളും ചേർന്ന് കാടിനൊരു പ്രത്യേക സംഗീതം നൽകിയിരുന്നു. എന്നാൽ ഈ സമാധാനപൂർണമായ കാട്ടിൽ എല്ലാവരെയും ഭയപ്പെടുത്തിയിരുന്ന ഒരു ജീവിയുണ്ടായിരുന്നു. കേശവൻ എന്നു പേരുള്ള ഒരു ഭീമൻ ആന. കേശവൻ ആ കാട്ടിലെ ഏറ്റവും വലിയ മൃഗമായിരുന്നു. അവന്റെ കറുത്ത വലിയ ശരീരവും വെളുവെളുത്ത കൊമ്പുകളും തൂണുകൾ പോലെയുള്ള കാലുകളും ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. പക്ഷേ കേശവന് തന്റെ വലിപ്പത്തിലും ശക്തിയിലും വല്ലാത്ത അഹങ്കാരമായിരുന്നു. ഈ കാട്ടിലെ രാജാവ് ഞാനാണ്, എന്റെ മുന്നിൽ നിൽക്കാൻ ആർക്കും ധൈര്യമില്ല എന്നവനെപ്പോഴും ഗർജിക്കുമായിരുന്നു. കേശവൻ നടന്നു വരുമ്പോൾ ഭൂമി കുലുങ്ങുമായിരുന്നു. അവൻ വെറുതെ രസത്തിനു വേണ്ടി മരങ്ങൾ ഒടിച്ചുകളയും, ചെറിയ ജീവികളുടെ കൂടുകൾ ചവിട്ടി നശിപ്പിക്കും, അരുവിയിലിറങ്ങി വെള്ളം കലക്കി കുളമാക്കും. പാവം മുയലുകളും മാനുകളും കുരങ്ങന്മാരും അവനെ കാണുമ്പോഴേ ഓടിയൊളിക്കുമായിരുന്നു. കേശവന്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ കാട്ടിലെ മൃഗങ്ങൾ സങ്കടത്തിലായി. ആ കാട്ടിലെ ഒരു വലിയ ആൽമരത്തിന്റെ ചുവട്ടിൽ ഒരു ഉറുമ്പുകൂട്ടം താമസിച്ചിരുന്നു. അവരിൽ ചിന്നു എന്നു പേരുള്ള ഒരു ചെറിയ ഉറുമ്പുണ്ടായിരുന്നു. ചിന്നു വളരെ ബുദ്ധിമാനും ധൈര്യശാലിയുമായിരുന്നു. ഉറുമ്പുകൾ രാവും പകലും കഷ്ടപ്പെട്ട് ഭക്ഷണം ശേഖരിച്ച് തങ്ങളുടെ പുറ്റിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. അവരച്ചടക്കമുള്ളവരും ആരെയും ഉപദ്രവിക്കാത്തവരുമായിരുന്നു. ഒരു ദിവസം ഉറുമ്പുകൾ വരിവരിയായി ഭക്ഷണം ശേഖരിച്ച് മടങ്ങുകയായിരുന്നു. അപ്പോഴാണ് കേശവനാന ആ വഴി നിന്നത്. അവന്റെ നടപ്പ് കണ്ടാൽ തന്നെ അറിയാം അവൻ എന്തോ കുസൃതിയൊപ്പിക്കാൻ വരികയാണെന്ന്. ഉറുമ്പുകളെ കണ്ടതും കേശവൻ പരിഹാസത്തോടെ ചിരിച്ചു. നോക്കൂ, ഈ ഭൂമിയിലെ ഏറ്റവും നിസ്സാരരായ ജീവികൾ. നിങ്ങളെ ഒന്ന് ചവിട്ടിയാൽ തീരാവുന്നതേയുള്ളൂ നിങ്ങളുടെ ജീവിതം, കേശവൻ പുച്ഛത്തോടെ പറഞ്ഞു. ചിന്നു ഉറുമ്പ് ധൈര്യത്തോടെ തലയുയർത്തി പറഞ്ഞു, കേശവ, നീ എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ പരിഹസിക്കുന്നത്? ഞങ്ങൾ നിന്നെ ഉപദ്രവിച്ചില്ലല്ലോ, ഞങ്ങളുടെ പാട്ടിന് പോക്കോട്ടെ. ഇത് കേട്ട കേശവന് ദേഷ്യം വന്നു. എടാ നീജ, എന്നോട് തിരിച്ചു സംസാരിക്കാൻ നിനക്കെത്ര ധൈര്യമുണ്ട്? നിന്നെ ഞാൻ ഇപ്പോൾ ശരിയാക്കാം എന്നു പറഞ്ഞ് അവൻ അടുത്തുണ്ടായിരുന്ന അരുവിയിൽ നിന്ന് തുമ്പിക്കൈ നിറയെ വെള്ളമെടുത്തു. എന്നിട്ട് സർവ്വശക്തിയുമെടുത്ത് ഉറുമ്പുകളുടെ മേൽ ചീറ്റിച്ചു. അയ്യോ, പ്രളയം വരുന്നേ! ഉറുമ്പുകൾ ചിതറിയോടി. വെള്ളത്തിന്റെ ശക്തിയിൽ അവരുടെ ഭക്ഷണമെല്ലാം ഒലിച്ചുപോയി. പലർക്കും പരിക്കേറ്റു. ചിന്നു നനഞ്ഞു കുതിർന്ന് വിറച്ചുകൊണ്ടു നിന്നു. കേശവൻ അത് കണ്ട് ആർത്തു ചിരിച്ചു. എങ്ങനെയുണ്ട് എന്റെ ശക്തി? ഇനി ആരെങ്കിലും എന്റെ വഴിയിൽ വന്നാൽ ഇതിലും വലുതായിരിക്കും ശിക്ഷ. അവൻ അഹങ്കാരത്തോടെ നടന്നു നീങ്ങി. ചിന്നുവിന് വല്ലാത്ത വിഷമം തോന്നി. അവൻ സ്വയം പറഞ്ഞു, ഇവന്റെ അഹങ്കാരം അതിരു കടന്നു, ഇതിനൊരു അറുതി വരുത്തണം. വലിപ്പമല്ല, ബുദ്ധിയാണ് വലുതെന്ന് അവനെ പഠിപ്പിക്കണം. ദിവസങ്ങൾ കടന്നുപോയി. വേനൽക്കാലം വന്നു. ഒരു ദിവസം ഉച്ചയ്ക്ക് നല്ല വെയിലുള്ള സമയത്ത് കേശവനാന ക്ഷീണിച്ചവശനായൊരു മരത്തണലിൽ വിശ്രമിക്കുകയായിരുന്നു. നല്ല തണുത്ത കാറ്റേറ്റ് അവൻ ഗാഠമായി ഉറങ്ങിപ്പോയി. അവന്റെ കൂർക്കം വലി കാട് മുഴുവൻ കേൾക്കാമായിരുന്നു. ചിന്നൂറുമ്പ് ആ വഴി വന്നപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന കേശവനെ കണ്ടു. ഇതാണ് പറ്റിയ സമയം, ചിന്നു ചിന്തിച്ചു. അവൻ പതുക്കെ ശബ്ദമുണ്ടാക്കാതെ കേശവന്റെ അടുത്തേക്ക് നീങ്ങി. ആനയുടെ വലിയ കാലുകളിലൂടെ കയറി ശരീരത്തിലൂടെ സഞ്ചരിച്ച് അവൻ കേശവന്റെ തുമ്പിക്കൈയുടെ അറ്റത്തെത്തി. മെല്ലെ മെല്ലെ ചിന്നു കേശവന്റെ തുമ്പിക്കൈക്കുള്ളിലേക്ക് നുഴഞ്ഞുകയറി. ഉള്ളിലെത്തിയതും ചിന്നു തന്റെ മൂർച്ചയുള്ള പല്ലുകൾ കൊണ്ട് ആനയുടെ തുമ്പിക്കൈയുടെ മൃദുവായ ഭാഗത്ത് ആഞ്ഞുകടിച്ചു. ആ! കേശവൻ ഞെട്ടിയുണർന്നു. ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് ലഭിച്ച വേദനയിൽ അവൻ പിടഞ്ഞു. എന്താണ് സംഭവിക്കുന്നതെന്ന് അവന് മനസ്സിലായില്ല. തുമ്പിക്കൈക്കുള്ളിൽ ആരോ കടിക്കുന്നു, മാന്തിപ്പൊളിക്കുന്നു. അയ്യോ, എന്റെ തുമ്പിക്കൈ! എന്നെ ആരോ കൊല്ലാൻ വരുന്നേ! കേശവൻ വേദന കൊണ്ട് അലറി വിളിച്ചു. അവൻ തലങ്ങും വിലങ്ങും തലയാട്ടി. തുമ്പിക്കൈ മരത്തിലടിച്ചു നോക്കി. പക്ഷേ വേദന കൂടിയതല്ലാതെ കുറഞ്ഞില്ല. ചിന്നു വിട്ടില്ല. അവൻ വീണ്ടും വീണ്ടും കടിച്ചുകൊണ്ടേയിരുന്നു. ആനയുടെ കരച്ചിൽ കേട്ട കാട്ടിലെ മറ്റു മൃഗങ്ങളെല്ലാം ഓടിക്കൂടി. വലിയൊരാന വേദന കൊണ്ട് കരയുന്നതും തുള്ളിച്ചാടുന്നതും കണ്ട് അവർ അത്ഭുതപ്പെട്ടു. കേശവൻ വേദന സഹിക്കാനാവാതെ നിലത്ത് കിടന്ന് ഉരുളാൻ തുടങ്ങി. കണ്ണിയിൽ നിന്ന് വെള്ളം ധാരധാരയായി ഒഴുകി. ആരെങ്കിലും എന്നെ രക്ഷിക്കൂ, ഞാൻ മരിച്ചുപോകും. മാപ്പ്, ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം മാപ്പ്, കേശവൻ കരഞ്ഞു വിളിച്ചു പറഞ്ഞു. അപ്പോൾ തുമ്പിക്കൈക്കുള്ളിൽ നിന്നൊരു ചെറിയ ശബ്ദം കേട്ടു. കേശവ, നിനക്കിപ്പോൾ വേദനിക്കുന്നുണ്ടോ? നീ മറ്റുള്ളവരെ ഉപദ്രവിച്ചപ്പോൾ അവർക്കും ഇതുപോലെ വേദനിച്ചിരുന്നു.
ശബ്ദം കേട്ട കേശവൻ തിരിച്ചറിഞ്ഞു. അതാ ചെറിയ ഉറുമ്പാണ്. ചിന്നു, നീയാണോ? ദയവായി എന്നോട് ക്ഷമിക്കൂ. നീ പുറത്തു വരൂ. ഞാൻ ഇനി ആരെയും ഉപദ്രവിക്കില്ല. ഞാൻ സത്യം ചെയ്യുന്നു. എന്റെ അഹങ്കാരമെല്ലാം പോയി. എന്നെ വെറുതെ വിടൂ. കേശവൻ കേണപേക്ഷിച്ചു. ആനയുടെ അപേക്ഷ കേട്ട് ചിന്നുവിന് ദയ തോന്നി. ശരി, നീ നിന്റെ വാക്കു പാലിക്കണം. വലിയവനെന്നോ ചെറിയവനെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ എല്ലാവരെയും ബഹുമാനിക്കാൻ പഠിക്കണം. ചിന്നു മെല്ലെ തുമ്പിക്കൈയിൽ നിന്ന് പുറത്തു വന്നു. ആനയ്ക്ക് ആശ്വാസമായി. അവൻ തന്റെ മുന്നിൽ നിൽക്കുന്ന ചെറിയ ഉറുമ്പിനെ നോക്കി. ഇത്രയും വലിയ തന്നെ ഈ ചെറിയ ഉറുമ്പൊരു പാഠം പഠിപ്പിച്ചു എന്നവന് മനസ്സിലായി. കേശവൻ തല കുനിച്ചു പറഞ്ഞു, നന്ദി ചിന്നു, നീ എന്നെ വലിയൊരു പാഠം പഠിപ്പിച്ചു. ശക്തിയല്ല, സ്നേഹമാണ് വലുതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി മുതൽ നമ്മൾ എല്ലാവരും സുഹൃത്തുക്കളായിരിക്കും. അങ്ങനെ ആ കാട്ടിൽ വീണ്ടും സമാധാനം തിരികെ വന്നു. കേശവൻ പിന്നീട് ഒരിക്കലും അഹങ്കാരം കാണിച്ചില്ല. അവൻ ഉറുമ്പുകളോടും മറ്റു മൃഗങ്ങളോടും സ്നേഹത്തോടെ പെരുമാറി. ആപത്തു വരുമ്പോൾ എല്ലാവരെയും സഹായിക്കുന്ന നല്ലൊരു ആനയായി അവൻ മാറി. ചിന്നുവും കൂട്ടുകാരും സന്തോഷത്തോടെ സുന്ദരവനത്തിൽ ജീവിച്ചു. ഈ കഥ നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: ആരെയും ചെറുതായി കാണരുത്. വലിപ്പത്തിലും ശക്തിയിലുമല്ല കാര്യം, ബുദ്ധിയിലും സ്നേഹത്തിലുമാണ്. കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു മാന്ത്രിക കഥയുമായി വീണ്ടും കാണാം. ടാറ്റാ.